ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് സ്തുതിയും സ്തോത്രം അർപ്പിക്കാം. പലപ്പോഴെങ്കിലും ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിച്ചിട്ട് അല്പസമയം എൻ്റെ മകൾ എൻ്റെ സന്നിധിയിൽ ഇരുന്നെങ്കിൽ, എൻ്റെ മകൻ എൻ്റെ സന്നിധി ഇരുന്നെങ്കിൽ എനിക്ക് അല്പം എനിക്ക് ചില കാര്യങ്ങൾ ഹൃദ്യമായിട്ട് അവളോട് സംസാരിക്കാനുണ്ട് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുമ്പോഴും, നമ്മളെല്ലാം വളരെ തിരക്കുള്ളവരാണ്, ജീവിതയാത്രയിൽ വളരെയധികം തിരക്കുകൾ. അപ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് ഇരുന്ന് ദൈവത്തോടൊന്ന് അല്പം ദൈവം പറയുന്നതൊന്ന് കേൾക്കുവാൻ, ഹൃദ്യമായിട്ട് സംസാരിക്കുന്നത് കേൾക്കണമെങ്കിൽ അല്പസമയം ദൈവത്തിൻ്റെ പാദപടി ഇരിക്കണം, സമയം കണ്ടെത്തണം. പക്ഷെ നമുക്കെല്ലാം വളരെ തിരക്കാണ്, നമ്മളെല്ലാം ഓടിക്കൊണ്ടിരിക്കുക. നമുക്ക് 24 മണിക്കൂർ ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് തികയുന്നില്ല, ഓട്ടമാണ്. ഇതിനിടയിൽ ദൈവസന്നിധി പോയിരുന്ന് ദൈവത്തിൽ നിന്ന് ഹൃദ്യമായി കേൾക്കുക എന്നുള്ളത് പലപ്പോഴും നമുക്ക് പ്രയാസമായിട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ദൈവം നമ്മളോട് ചിലത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹോശേയുടെ ബുക്കിൽ നമുക്കറിയാം 2:14 പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. ദൈവത്തിന് ചിലത് ഹൃദ്യമായിട്ട് സംസാരിക്കാനുണ്ട്, പക്ഷെ കേൾക്കാൻ ഈ ആളുകൾ ഒരുക്കമല്ല. അങ്ങനെയുള്ള അവസ്ഥകളിൽ ദൈവം ചിലപ്പോൾ മരുഭൂമിയുടെ അവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ട് ഹൃദ്യമായിട്ട് സംസാരിക്കും. ദൈവം ഇവിടെ പറയുകയാണ്, ഞാൻ മരുഭൂമി കൊണ്ടുപോയി ഹൃദ്യമായി സംസാരിക്കും. മരുഭൂമിയുടെ അനുഭവം നമുക്കാർക്കും വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം ഇന്നലെ വരെ ചുറ്റും ആളുകളും ഭയങ്കര തിരക്കും, നമ്മൾ വളരെ ബിസി ആയിട്ടുള്ള ഒരു ലൈഫ് ഷെഡ്യൂളിൽ നിന്ന് പെട്ടെന്നൊരു ഒറ്റപ്പെടലിൻ്റെ ഒരു മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് വരുമ്പം നമുക്കത് അത്ര ഇഷ്ടമുള്ള കാര്യമൊന്നും അല്ലെങ്കിലും നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പം നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കും. ദൈവം പറയുന്ന കേൾക്കാൻ വേണ്ടി നമ്മളൊരു മനസ്സ് വയ്ക്കും. അങ്ങനെ മനസ്സ് വെക്കുമ്പോൾ ദൈവത്തിന് ചിലത് കൃത്യമായിട്ട് നമ്മളോട് ഇടപെടാനുണ്ട്, ചിലതെല്ലാം നമ്മളോട് പറയാനുണ്ട്. ദൈവത്തിന് വേണ്ടി നാം എങ്ങനെയാണ് പ്രയോജനപ്പെടേണ്ടത്, നാം എങ്ങനെയെല്ലാം ദൈവത്തിന് വേണ്ടി നിൽക്കണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ വളരെ ഹൃദ്യമായിട്ട് ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് നമ്മെ ഈ മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുമാത്രമല്ല, അവിടെ കൊണ്ടുവന്നിട്ട് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഘോർ താഴ്വരയും കൊടുക്കുമെന്ന് പറയുന്നു. അപ്പം ദൈവത്തിന് ചില പ്രത്യാശയുടെ താഴ്വരകളെ നൽകുവാനുണ്ട്, ചില മുന്തിരിത്തോട്ടത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് നൽകുവാനുണ്ട്. നമ്മളെ ആത്മീകമായിട്ടും ഭൗതികമായിട്ടും ഒക്കെ വേറൊരു തലത്തിലേക്ക് ദൈവത്തിന് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളുടെ ജീവിത സാഹചര്യത്തിലും നമ്മുടെ ഓട്ടവും കൊണ്ട് ദൈവത്തിനത് സാധിക്കാത്തതുകൊണ്ട്, ദൈവസന്നിധി നമ്മളൊന്ന് ചെവി കൊടുക്കുവാൻ ഇരിക്കാത്തത് കൊണ്ട് നമ്മളെ ചില മരുഭൂമിയുടെ അനുഭവങ്ങളിലേക്ക് ചിലപ്പോൾ കൊണ്ടുപോകാറുണ്ട്. അത് നമുക്ക് ചിലപ്പോൾ അത്ര സുഖകരമായിട്ട് തോന്നിയെന്നിരിക്കില്ല, ചിലപ്പോൾ അതൊരു വേദനയായിട്ട് തോന്നിയെന്ന് വരാം. പക്ഷേ ദൈവം അവിടെ എന്താ പറയുന്നത്, ഞാൻ നിന്നെ മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് വളരെ ഹൃദ്യമായിട്ട് നിന്നോട് സംസാരിക്കുമെന്നാണ് പറയുന്നത്. എന്നിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ചില മുന്തിരിത്തോട്ടങ്ങളും ചില പ്രത്യാശയുടെ ആഘോർ താഴ്വരകളും നമുക്ക് തന്ന് നമ്മളെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് ഇപ്പോൾ ഒരു മരുഭൂമിയുടെ അനുഭവങ്ങളിലാണെങ്കിൽ ഭാരപ്പെടേണ്ട. എൻ്റെ ഇന്നലകൾ വളരെ നല്ലതായിരുന്നു, ഞാൻ ഒത്തിരി തിരക്കും, എന്നെ ഒത്തിരി പേരും, എനിക്ക് ഫ്രണ്ട്സും, എനിക്ക് ഒത്തിരി പേരുണ്ടായിരുന്നു, ഇപ്പം ഞാൻ ഒറ്റപ്പെട്ട ഒരു അനുഭവമായി പോയല്ലോ എന്ന് കരുതി ഭാരപ്പെടേണ്ട. ദൈവം ആക്കി വെച്ചിരിക്കുന്നത് ഈ ഒരു കൃത്യമായിട്ട് ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി, ചില കാര്യങ്ങൾ നമ്മെ അറിയിക്കുവാൻ വേണ്ടി, ചില പ്രത്യാശയുടെ ആഘോർ താഴ്വരകളെ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട. ഈ മരുഭൂമിയുടെ അനുഭവത്തിലിരിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയാം. കാരണം ദൈവവുമായിട്ടുള്ള ആ ഒരു ഹൃദ്യമായ സംസാരത്തിന് നമുക്ക് സമയം കിട്ടിയല്ലോ, ദൈവത്തിൻ്റെ അരുളപ്പാട് നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ ഒട്ടും ഭാരപ്പെടേണ്ട. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ വചനങ്ങളെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.